ഹജ്ജ് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന പ്രവർത്തനങ്ങളെ തകർക്കുന്ന രീതിയിലുള്ള പ്രവർത്തികൾ ചില വ്യക്തികളിൽ നിന്നും ഉണ്ടാവുന്നതായും ഇത്തരം പ്രവർത്തികളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും കായിക ന്യൂനപക്ഷക്ഷേമ ഹജ്ജ് വഖഫ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ കൊണ്ടോട്ടി ഹജ്ജ് ഹൌസിൽ നിർമ്മാണം പൂർത്തിയാക്കിയ 35 കിലോവാട്ടിന്റെ സോളാർ പ്ലാന്റ് ഉൾപ്പെടെ 3 പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പരിപാടിയിൽ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് അധ്യക്ഷനായി. രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ച രീതിയിലുള്ള പ്രവർത്തനമാണ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ഹജ്ജ് തീർത്ഥാടകർക്കായി നടത്തിവരുന്നത്. എന്നാൽ സംവിധാനങ്ങൾക്കകത്തു നിന്നുകൊണ്ട് തന്നെ ചില വ്യക്തികൾ സമാന്തര പ്രവർത്തനങ്ങൾ നടത്തി ഇവിടെയുള്ള സംവിധാനങ്ങളെ തകർക്കുന്ന സമീപനങ്ങളാണ് സ്വീകരിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ഹജ്ജ് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയം കാണരുതെന്നും ഇത്തരം പ്രവർത്തനങ്ങൾ തുടർന്നാൽ ഭാവിയിൽ നമുക്ക് വലിയ നഷ്ടങ്ങളുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാർ സംവിധാനങ്ങളിലൂടെ ഹജ്ജ് നിർവഹിക്കുന്നതിന് തുരങ്കം വയ്ക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളായി ഇത് മാറും. സർക്കാരിന്റെ ഭാഗത്തു നിന്നും വളരെ ശ്രദ്ധയോടെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. പ്രവർത്തനങ്ങളിൽ എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടു. യാത്രാ നിരക്കിലുള്ള അന്തരം മൂലം കരിപ്പൂർ പുറപ്പെടൽ കേന്ദ്രം തിരഞ്ഞെടുത്തവർ കുറവാണെന്നത് ഗൗരവത്തിൽ കാണുന്നു. ഇത്തവണ എയർ ഇന്ത്യക്ക് പുറമെ സൗദി എയർലൈൻസിനെയും മറ്റു വിമാന കമ്പനികളെയും ടെൻഡറിൽ പങ്കെടുപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇത് തുക കുറയുന്നതിന് സഹായിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കരിപ്പൂർ ഹജ്ജ് ഹൌസിൽ ഫെഡറൽ ബാങ്കിന്റെ CSR ഫണ്ടിൽ നിന്ന് 10 ലക്ഷം രൂപ ഉൾപ്പെടെ 15 ലക്ഷം രൂപ ചെലവിലാണ് സോളാർ പ്ലാന്റ് സ്ഥാപിച്ചത്. പദ്ധതി പൂർണ്ണമായി പ്രവർത്തനക്ഷമമായാൽ നിലവിലെ വൈദ്യുതി ഉപയോഗത്തിൽ ഗണ്യമായ കുറവ് വരുത്താൻ സാധിക്കും. പ്രതിവർഷം ശരാശരി 6 ലക്ഷത്തിൽ പരം രൂപ വൈദ്യുതി ചാർജ് ഇനത്തിൽ ചിലവ് വരുന്നുണ്ട്. ഇന്ത്യയിൽ ആദ്യമായി കരിപ്പൂർ ഹജ്ജ് ഹൌസിലാണ് ഗ്രീൻ എനർജി പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഇതോടൊപ്പം പൂർത്തിയാക്കിയ ഹജ്ജ് ഹൌസ് മുറ്റം നവീകരണം 2025 ഹജ്ജ് വളണ്ടിയർമാരുടെ കൂട്ടായ്മ കോൺഫറൻസ് ഹാളിലേക്കായി നൽകുന്ന എക്സിക്യൂട്ടീവ് ചെയറുകൾക്കായി 4.1 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറ്റം, വിവിധ വ്യക്തികൾക്കുള്ള ഉപഹാര സമർപ്പണം തുടങ്ങിയവയും നടന്നു. പരിപാടിയിൽ ജില്ലാ കളക്ടർ VR വിനോദ് മുഖ്യാതിഥിയായി. ഹജ്ജ് കമ്മിറ്റി അംഗങ്ങളായ PTA റഹീം MLA, അഡ്വക്കേറ്റ് P മൊയ്തീൻ കുട്ടി, ഉമ്മർ ഫൈസി മുക്കം, അഷ്കർ കോറാട്, OV ജാഫർ, ഷംസുദ്ദീൻ അരീഞ്ചിറ, ഫെഡറൽ ബാങ്ക് സോണൽ ഹെഡ് A സുധീഷ്, ഹജ്ജ് കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി ജാഫർ K കക്കൂത്ത്, ബാപ്പു ഹാജി, ഡോക്ടർ സുലൈമാൻ മേൽപ്പത്തൂർ തുടങ്ങിയവർ പങ്കെടുത്തു. ഞാൻ ഹജ്ജ് കമ്മിറ്റിയുടെ ചുമതല ഏറ്റെടുത്തതിന് ശേഷം ഒരിക്കൽ പോലും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇടപെടാൻ ശ്രമിച്ചില്ല. അതിൻ്റെ പ്രത്യേക കാരണം അങ്ങനെയൊരു മോശമായ പബ്ലിസിറ്റി എനിക്ക് ആവശ്യമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഒരുക്കുന്ന സേവനങ്ങൾ എന്നുള്ളത് നമുക്കറിയാം. നമ്മുടെ മനസ്സിൽ ആശ്വാസം നൽകുക, ദൈവത്തിൻ്റെ ഭവനങ്ങളിലേക്ക് പോകുന്ന തീർത്ഥാടകർ അവരെ സന്തോഷിപ്പിക്കാനും അവർക്ക് വേണ്ടിയാണ്. അപ്പോൾ ദൈവത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ ഒരു മന്ത്രിയായാലും ചെയർമാനായാലും ഒന്നും അതിന് അത്തരത്തിലൊരു പബ്ലിസിറ്റി ആവശ്യമില്ല. അത് ചെയർമാൻ പലപ്പോഴും നമ്മൾ പരസ്പരം പറയുന്ന കാര്യങ്ങളാണ്. അതാണ് ഇതിലെല്ലാം ഉള്ളത്. അപ്പോൾ ആ ഒരു സേവന നിരതരായിട്ടുള്ള നിങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ സൂചിപ്പിച്ചു എന്ന് മാത്രം. ഈ ചാനൽ ന്യൂസ് കൊണ്ടോട്ടി. ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ്, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി മെയിൻ റോഡ്.